നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെൽ ഐക്കണിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ട്രൂ മാർക്കറ്റിംഗ് ഗേറ്റ് സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ അഭിജിത്ത്. ഞാനിന്ന് പറയാൻ പോകുന്നത് പോക്കോയുടെ ഭാഗത്തു നിന്നുമുള്ള ഏറ്റവും മികച്ച ഗെയിമിംഗ് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. പോക്കോയുടെ സൈഡിൽ നിന്നുമുള്ള ഗെയിമിംഗ് മൊബൈൽ ഫോണാണ് പോക്കോയുടെ പോക്കോ F3 GT 5G. ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തുമാണെങ്കിൽ 6.67 ഇഞ്ച് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 120 ഇഞ്ചിന്റെ റിഫ്രഷ് റേറ്റും കൂടി തന്നിരിക്കുന്നു. അതുപോലെ 4.8 ഇഞ്ച് ടച്ച് സാമ്പിളിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്രൈറ്റ്നസ് വന്നിരിക്കുന്നത് 1300 നിറ്റ്സ് ആണ്. HDR10 സപ്പോർട്ടും കൂടി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ ഭാഗത്തുമാണെങ്കിൽ പിറകിൽ 3 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാപിക്സൽ പ്രൈമറി സെൻസർ, 8 മെഗാപിക്സൽ അൾട്രാവൈഡ് സെൻസർ, അതുപോലെ തന്നെ 2 മെഗാപിക്സൽ മാക്രോ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ക്യാമറയുടെ പിറകിലായി RGB ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ പെർഫോമൻസ് സൈഡിൽ നിന്ന് നോക്കിയാൽ MediaTekന്റെ ഏറ്റവും മികച്ച ഹയസ്റ്റ് പ്രൊസസർ ആയിട്ടുള്ള Dimensity 1200 എന്ന ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ലെവലിൽ അധിഷ്ഠിതമാണ് ഫോണിൽ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ OS വന്നിരിക്കുന്നത് MIUI 12.5 ആണ്. ഇതിന്റെ റാം ടൈപ്പ് വന്നിരിക്കുന്നത് LPDDR4X റാം ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പ് വന്നിരിക്കുന്നത് UFS 3.1 ആണ്. അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സായ വൈഫൈ കോളിംഗ്, OTG സപ്പോർട്ട് പോലുള്ള ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിമിംഗ് ഫോൺ ആയതിനാൽ 3 വൈഫൈ ബാൻഡുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ലിക്വിഡ് കൂളിംഗ് ചിപ്സെറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോണിന്റെ ബോഡി വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടാണ്. മാത്രമല്ല ആന്റി ഗ്ലെയർ ഗ്ലാസ് ഫിനിഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫോണിന്റെ വലതുവശം നോക്കിയാൽ ഗെയിമിംഗ് ട്രിഗേഴ്സ് കാണാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ പവർ ബട്ടണും കാണാവുന്നതാണ്. ഇടതുവശത്ത് നോക്കിയാൽ ഓഡിയോ റെക്കോർഡ്സും അതുപോലെ തന്നെ മൂന്നാമത്തെ മൈക്കും കാണാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ 3 മൈക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ നോക്കിയാൽ സിം ട്രേ, ടൈപ്പ് സി പോർട്ട്, അതുപോലെ തന്നെ മെയിൻ മൈക്രോഫോൺ, സ്പീക്കറുകൾ കാണാവുന്നതാണ്. മുകളിലാണെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ മൈക്കും അതുപോലെ തന്നെ IR ബ്ലാസ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ സ്പീക്കർ ഗ്രില്ലും കൂടി കാണാവുന്നതാണ്. ബാറ്ററിയുടെ ഭാഗത്തുമാണെങ്കിൽ 5065 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചാർജിങ്ങിനായി 67 ഫാസ്റ്റ് ചാർജിങ് ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 205 ഗ്രാം ആണ്. ഫോണിന്റെ പ്രൈസ് നോക്കിയാൽ 2 വേരിയന്റിൽ ലഭ്യമാണ്. 8GB RAM 128GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 8GB RAM 256GB സ്റ്റോറേജ്. ഈ മൊബൈൽ നമുക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.